നമ്മുടെ ഈ കലാമേളയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വെല്ലുവിളികളും ദുർപ്രചരണങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നു വരികയാണ്. ഞാൻ കൂടുതലായി സമയം പോയപ്പോൾ അതിനെക്കൊണ്ട് സൂചിപ്പിക്കുന്നില്ല. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം LKC ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുമ്പോൾ അഭിമാന നിമിഷമാണ്. 4 വർഷക്കാലം നമ്മൾ കലാമേളകൾ പല ദേശങ്ങളിലായി നടത്തി. ശ്രീ ദേവലാൽ സഹദേവൻ കൺവീനറായിക്കൊണ്ട് ബ്രിസ്റ്റോളിൽ വെച്ച് നടത്തിയ കലാമേള ആദ്യത്തെ കലാമേളയായിരുന്നു. അതിനുശേഷം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കലാമേളകൾ ഓരോ വർഷവും മികച്ച് അതിന്റെ നിലവാരമുയർന്ന് അംഗബലം കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോൾ സൗത്ത് ടെന്നസിയിലും സ്റ്റോക്ക്ഹോം ലിവർപൂളിലും വെച്ച് നടത്തി നമ്മൾ വിജയിപ്പിച്ചു. ഇന്ന് ഓടിത്തളർന്ന് അല്ലെങ്കിൽ അവധിയെടുത്ത് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മാതാവിന്റെ മാറിടത്തിൽ ചാരി നിന്നുകൊണ്ട് നാം ആശ്വസിക്കുന്ന ഒരു ആശ്വാസമാണ് ഇന്ന് ലെസ്റ്ററിന്റെ മണ്ണിൽ നാം നിൽക്കുമ്പോൾ. ലെസ്റ്ററിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ഒരു സംഘടന, പലരും ഇവിടെ പിതൃത്വം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആർക്കും പിതൃത്വം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമില്ല. ഇത് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ കൃത്യമായും കോമൺ പ്ലാറ്റ്ഫോം എന്ന ഒരു മീറ്റിംഗ് LKCയുടെ ചില സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ വിളിച്ചുകൂട്ടുകയും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളും ആവിഷ്കാരങ്ങളും പേരും ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ വർഗീസ് ജോൺ നേതൃത്വം കൊടുത്ത ആദ്യത്തെ കമ്മിറ്റി അത് അടുക്കും ചിട്ടയുമായി ഒരു ഭരണഘടനയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ചില ആളുകൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരു ആൾ വിവാഹം കഴിക്കുമ്പോൾ അതിന് വിവാഹ ദല്ലാളന്മാരുണ്ടാകാം. വിവാഹ ദല്ലാളന്മാരെ നമ്മൾ നാട്ടിൽ മൂന്നാന്മാരെന്ന് വിളിക്കും. എന്നാൽ കല്യാണം കഴിഞ്ഞുണ്ടാകുന്ന കൊച്ചു മൂന്നാന്റെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കോമൺ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പ്രചാരം നടത്തിയ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടാകാം. അവർക്ക് മൂന്നാന്റെ സ്ഥാനമാണുള്ളത്. അതായത് ഒരു മധ്യവർത്തിയുടെ സ്ഥാനമായിരുന്നു. അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, പത്രധർമ്മം എന്ന് പറയുന്നത് ഇവിടെ നടത്തുവാൻ പോകുന്ന പരിപാടികളെ കുറിച്ച് പ്രചരണം നടത്തുക എന്നുള്ളതാണ്, അല്ലാതെ അതിന്റെ പിതൃത്വമല്ല. ഈ സംഘടന കെട്ടിപ്പടുത്തി ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ മലയാളി അസോസിയേഷനുകളുടെയും അതിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി അഘോരാത്രം ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ച ആ സംഘടനയുടെ പ്രവർത്തകരുടെ വിജയമാണ് യുക്മയുടെ വിജയം എന്ന് പറയുന്നത്. നമ്മെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി. തുടക്കം മുതൽ ഇങ്ങോട്ട് വ്യക്തിഹത്യ നടത്തി, ആരോപണങ്ങൾ വെച്ചു, സാമ്പത്തിക ആരോപണങ്ങൾ വെച്ചു, ഒന്നും വിലപ്പോയില്ല. പിന്നെ ചെയ്തെന്താ? ഓരോ കലാമേളകൾ നടക്കുന്ന സമയത്ത്, ഇന്ന് ബദലായ ഒരു കലാമേള മറ്റൊരു സ്ഥലത്ത് നടക്കുകയാണ്, പക്ഷേ അതിനെക്കുറിച്ച് യാതൊരുവിധ വ്യാകുലതയും നമുക്കിന്നില്ല. കാരണം ഇന്നലെകളിലും ഇത്തരക്കാർ ചെയ്തിരുന്നത് മറ്റൊരു രൂപത്തിൽ നമുക്ക് ഉപദ്രവമായിരുന്നു. കലാമേള പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നൃത്ത പരിപാടികൾ അല്ലെങ്കിൽ ഡാൻസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല പരിപാടികൾ സംഘടിപ്പിച്ചു. നമ്മുടെ കലാമേളകൾ വിജയിച്ചപ്പോൾ അതിനെ തുരങ്കം വയ്ക്കുവാൻ വേണ്ടി നൃത്ത മത്സരങ്ങൾ സംഘടിപ്പിച്ചു, അത് പരാജയപ്പെട്ടു. നമ്മൾ കായിക മത്സരങ്ങൾ നടത്തി, അപ്പോൾ ഷട്ടിൽ ടൂർണമെന്റ് എന്ന പേരിൽ വന്നു. അവസാനം എല്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു സംഘടന തന്നെ അങ്ങ് ഉണ്ടാക്കി. എന്താണ് ആ സംഘടന ലക്ഷ്യം? ആ സംഘടന ലക്ഷ്യം വരും ദിവസങ്ങളിൽ കൃത്യമായി നിങ്ങൾക്കറിയാൻ കഴിയും. യുക്മയെ തകർക്കുക എന്നുള്ളതാണ്. ആ സംഘടന ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ പ്രസ്ഥാനം എന്താണ്? ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്താണ് ചെയ്യുന്നത്? ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റഴിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള പരസ്യ പ്രചാരണങ്ങൾ നടത്തും. ആദ്യം മാധ്യമമായി വന്നു, പരസ്യം വേണ്ട, ഫ്രീയാ പരസ്യം. പിന്നെ അതിൽ പരസ്യം വാങ്ങി ലാഭമുണ്ട്, കുഴപ്പമില്ല ഈ കച്ചവടം. പത്രം വളർന്നു വന്നു. ഗൂഗിൾ റേറ്റ് കിട്ടി, അപ്പോൾ അതിലും ഗംഭീരമായ വിജയമാണ്. അപ്പൊ തോന്നി എന്നാൽ മലയാളികളുടെ നെഞ്ചത്ത് കയറി ഒന്ന് പൊങ്കാലയാടാമെന്ന ഉദ്ദേശത്തോടു കൂടി മലയാളിയെ അടക്കി ഭരിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി കടന്നു വന്നപ്പോൾ നമ്മുടെ സംഘടന ഉദയം കൊണ്ടു. യുക്മ എന്ന് പറയുന്ന സംഘടന ഉദയം കൊണ്ടു. ആ സംഘടനയുടെ ഉദയത്തോടുകൂടി അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ ഇതുപോലുള്ള ഡാൻസ് ഫെസ്റ്റുകളും പല മത്സരങ്ങളുമൊക്കെയായി രംഗത്ത് വന്നു. ഇതാ അവസാനത്തെ അംഗം. അതിനിടയിൽ ചാരിറ്റി എന്ന പേരിൽ തട്ടിപ്പുമായി രംഗത്ത് വന്നു. ഇപ്പൊ ആർക്കെങ്കിലും ചാരിറ്റി കാണാനുണ്ടോ? അത്തരക്കാരുടെ ചാരിറ്റി കാണാനുണ്ടോ? നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചു നോക്കണം. ഇവിടെ ചാരിറ്റിയുമായി കടന്നു വന്ന ആ മാധ്യമം ചെയ്തതെന്താണ്? ആദ്യം നടത്തിയ ചാരിറ്റികളെ കുറിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ന് നടത്തുന്ന ചാരിറ്റിയെ കുറിച്ച് നമുക്ക് പത്രത്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണാനുണ്ടോ? കോടിക്കണക്കിന് രൂപ
ഇവിടെ നിന്നും പിരിച്ച് നാട്ടിലെത്തിച്ചു. അത് ഏത് വഴി പോയി എന്നറിയാൻ കഴിയുമോ? ഇതാ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഇരിക്കെ ഞാനൊരു ആവശ്യം കൂടി അദ്ദേഹത്തിന് മുന്നിൽ വെക്കുകയാണ്. ഇവിടെ ഒരു മാധ്യമം ചാരിറ്റിയുടെ പേരിൽ നാട്ടിലേക്ക് പണം പിരിക്കുന്നു. ഇതെവിടേക്ക് പോകുന്നു എന്ന് അന്വേഷിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചാരിറ്റിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തി. ഉത്തരാഖണ്ഡിൽ 1 പൈസ മുടക്കി എന്നതിനെ കുറിച്ച് ഒരു വാർത്ത പ്രചരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ചാരിറ്റിയുടെ പേരിൽ നടത്തുന്ന ഈ പ്രസ്ഥാനം ഇന്ന് സംഘടനയുടെ പേരിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന് നമ്മുടെ സംഘടനയെ തകർക്കുവാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു ശങ്കർ സിമന്റിന്റെ പരസ്യം പോലെയാ തകർക്കാൻ പറ്റാത്ത വിശ്വാസം നമ്മൾ എങ്ങനെയാ തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് ലെസ്റ്ററിൽ ഒരു യോഗം കൂടി, അതിനൊരു കമ്മിറ്റി എടുത്തു, ഭരണഘടന ഉണ്ടാക്കി. നമ്മുടെ ഈ സംഘടനയുടെ പില്ലർ എന്ന് പറയുന്നത്, നമ്മുടെ സംഘടനയുടെ തൂണെന്ന് പറയുന്നത് UK നാനാഭാഗങ്ങളിലുള്ള സംഘടനകളാണ്. കരുത്തുറ്റ സംഘടനകൾ, LKC പോലെയുള്ള ഓരോ പ്രദേശത്തും കരുത്തുറ്റ സംഘടനകളാണ് നമ്മുടെ തൂണുകളെങ്കിൽ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ആ കരുത്തുറ്റ സംഘടനാ പ്രവർത്തകരാണ്. ഇതിന്റെ മുകളിലേക്ക് എത്ര നില കെട്ടിപ്പൊക്കിയാലും നമ്മുടെ സംഘടനയ്ക്ക് ഒരു തകർച്ചയും ഒരു ഇളക്കവും സംഭവിക്കില്ല. പക്ഷേ നമ്മുടെ സംഘടനയെ തകർക്കുവാൻ വേണ്ടി സംഘടന ഉണ്ടാക്കിയവരുടെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും ഒരു ലക്ഷ്യബോധമുണ്ടോ? സ്നേഹിതരെ, ഇന്ന് ബദലായി നടക്കുന്ന കലാമേള ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. ആ കലാമേളയുടെ ഒരു ഫോം ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. അതിന്റെ അടിയിൽ ഓദർ സുനിൽ രാജൻ. ആരാ സുനിൽ രാജൻ? യുക്മയുടെ കലാമേളയുടെ തുടക്കം മുതൽ ഇന്നും ഓഫീസ് മുറിയിലിരുന്ന് ഇതിന്റെ ഓഫീസ് നിർവഹണം കൃത്യമായി നടത്തുന്ന ഒരു വ്യക്തി. ഇതിന്റെ നിയമാവലികൾ സംഘടിപ്പിച്ച സ്കൂൾ യുവജനോത്സവങ്ങളുടെ നിയമാവലികൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് കൃത്യമായി നടത്തുന്നതിന് ചുക്കാൻ പിടിച്ചൊരു വ്യക്തി. നമ്മുടെ ഇടയിലേക്ക് സരിതാ നായരെ പോലെയും മറിയൻ റഷീദയെ പോലും കടന്നു വന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കടന്നു വന്ന ചില യൂദാസുകൾ ഒരു കലാമേളയ്ക്ക് വന്ന് നമ്മളോട് ഒത്തുനിന്നു. ഇതിന്റെ പേപ്പർ വർക്കുകളെല്ലാം സംഘടിപ്പിച്ചു. എന്നിട്ട് തിരിച്ചുപോയി വന്നിടത്തേക്ക് ആ മാധ്യമത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അവരെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് 1 വർഷം പ്രവർത്തിച്ച് നമ്മളിൽ നിന്നും കിട്ടാവുന്നതെല്ലാം കിട്ടിയിട്ട് അപ്പുറം കൊണ്ടേ കൊടുത്തു. സംശയമുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഓദർ സുനിൽ രാജൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ നിയമാവലിയും നമ്മൾ സംഘടിപ്പിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് രൂപീകരിച്ചെടുത്ത നിയമാവലിയും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കലാമേളയെ തകർക്കുവാൻ വേണ്ടി ഇന്ന് ബദലായി കലാമേള സംഘടിപ്പിക്കുന്നത്. ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ എന്നല്ല, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം 4ാമത് കലാമേളയാണ് ഞാൻ പ്രധാനമായി ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്നത്. ശ്രീ വർഗീസ് ജോൺ ചെയർമാനായിരുന്ന ഒരു കലാമേള സൗത്ത് ഇന്ത്യൻസിൽ വെച്ച് അതിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. പിന്നീട് വന്ന കലാമേളകളിലെല്ലാം ചെയർമാൻ സ്ഥാനത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എന്നേക്കാളും നമ്മളെക്കാളെല്ലാം കഴിവുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, സംഘടനാ പ്രവർത്തകരുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു വേദിയിൽ നിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യുക്മയുടെ കലാമേളയുടെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അവസാന നിമിഷമായി തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എനിക്കൊന്നേ പറയുവാനുള്ളൂ, ഇതൊരു പിടി ആളുകളുടെ കഷ്ടപ്പാടിന്റെ, ചോരയുടെ, നീരിന്റെ, വിയർപ്പിന്റെ ഫലമാണ് നമ്മുടെ സംഘടന എന്നുള്ളത്. ആ വേദന അറിയണമെങ്കിൽ അതുപോലെ കഷ്ടപ്പെടണം. അല്ലാതെ ഇവിടെ ചാരിറ്റിയുടെ പേരിലും പരസ്യത്തിന്റെ പേരും ഗൂഗിൾ റേറ്റിന്റെ പേരിലും തിന്ന് അറമാദിച്ച് കേരളത്തിലെ തിരുവനന്തപുരത്ത് മണിമന്ദിരം കെട്ടിപ്പ് താമസിക്കുന്ന ഒരു മാന്യ വ്യക്തിയുടെ വായിൽ നിന്നും വീഴുന്ന ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ഇവിടെ സംഘടനയെ തകർക്കുവാൻ വേണ്ടി UK അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തുന്ന, ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വേദിയിൽ പറയുന്നത്. ഇന്ന് ഈ കലാമേള അവസാനിപ്പിക്കുമ്പോൾ 1000കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുക്കും. അത് തുടക്കം കുറിച്ച മണ്ണിൽ നിന്നുകൊണ്ട് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. LKC ഒറ്റയടിക്ക് സംഘടനയിലേക്ക് കടന്നു വന്നവരല്ല. സംഘടന രൂപീകരണമായതിനു ശേഷം ശ്രീ അജയ് പെരുമ്പളത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം വളരെ പുരാതനമായൊരു സംഘടന എന്ന നിലയിൽ തീരുമാനമെടുത്തു വന്ന ഒരു സംഘടനയാണ് LKC. LKCക്ക് മേലുള്ള ഉത്തരവാദിത്വം എത്രയാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ നാട്ടിലായിരുന്ന കാലഘട്ടത്തിൽ ചിത്രഗീതം പരിപാടി ഇവിടെ നടത്തി. വിശ്വസിച്ച് ഞാൻ ഈ സംഘടനയെ ഏൽപ്പിച്ചപ്പോൾ UK കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചരിത്ര വിജയമാക്കിക്കൊണ്ട് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന, തെന്നിന്ത്യയിലെ ഒരു വാനമ്പാടി എന്ന് അഭിമാനിക്കാവുന്ന നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായ ചിത്ര ചേച്ചിയെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ചിത്രഗീതം നടത്തി വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ സംഘടനയെ തോൽപ്പിക്കുവാൻ ഇവിടെ ആർക്ക് കഴിയും?
ആർക്കും കഴിയില്ല. അല്പസ്വല്പം വേദന ഉണ്ടാക്കുവാൻ കഴിയും. പക്ഷെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എന്താ മാധ്യമത്തിൽ എഴുതി വന്നാലും എനിക്ക് യാതൊരുവിധ വിഷമവും ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായല്ലോ, എന്തുകൊണ്ട് ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല? കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ചും ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ചും വ്യക്തിപരമായി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വാർത്ത പ്രചരിപ്പിച്ചു. UK പുരാതനമായ മറ്റൊരു സംഘടനയെ GMA, അത് സംഘടന എന്ന രീതിയിൽ ജനാധിപത്യ രീതിയിൽ അടിച്ചൊതുക്കിയില്ലേ? അവർ പിന്തുണ യുഗ്മയ്ക്ക് പ്രഖ്യാപിച്ചു. ഇതുപോലെ അർപ്പണ മനോഭാവമുള്ള ആർജവമുള്ള സംഘടനകളാണ് യുഗ്മയോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ല. ഈ സംഘടനയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ സുരക്ഷിതമായ ഒരു കരങ്ങളിലാണ്, സുരക്ഷിതമായ ഒരു കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കലാമേളകൾ ഇനിയുള്ള വർഷങ്ങളിൽ തുടർന്നു പോകും. ഈ കലാമേളകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ സാമൂഹികവും സാഹിത്യവും അതുപോലെ കലാപരമായ വാസനകൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. നമ്മൾ നടത്തിയ പരിപാടികളെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യുഗ്മയുടെ നാഷണൽ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനി ഈ കലാമേളയിൽ ഒട്ടനവധി മത്സരങ്ങൾ നടക്കുവാനുണ്ട്. എല്ലാവർക്കും ഇതിൽ വന്ന് സഹകരിച്ചതിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് യുഗ്മയ്ക്ക് തുടർന്നും ഇന്നലകളിൽ നിങ്ങൾ നൽകിയ സഹായവും സഹകരണവും നാളുകളിലും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.